പൂപ്പാറ കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Secure your child's bright future with CMI Education Legacy. Admissions are now open for the academic year 2025-26. രാജാക്കാട് കുത്തുങ്കൽ സ്വദേശി സനീഷിനെ കൊലപ്പെടുത്തിയ കേസിൽ രാജാക്കാട് NR-സിറ്റി പാറമട ഭാഗത്ത് അയ്യപ്പൻ പറമ്പിൽ ബിറ്റാജിനെയാണ് തൊടുപുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി SS സീന ശിക്ഷിച്ചത്. ശാസ്ത്രീയമായ തെളിവുകളും അതുപോലെ തന്നെ സാക്ഷിമൊഴികളും എല്ലാം രൂപപ്പെടുത്തി ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീ നോബിൾ ഏബിൾ സാറിൻ്റെ ഒരു മികവുറ്റ രീതിയിലുള്ള ഒരു പ്രൊഫഷണലിസം കൊണ്ടാണ് ഈ കേസ് ശിക്ഷിക്കപ്പെട്ടത്. പ്രധാന സാക്ഷികൾ തന്നെ കൂറുമാറിയ കേസാണ്. എന്നാലും സാറ് വളരെ ഭംഗിയായിട്ട് നമ്മുടെ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിലുള്ള റിസൾട്ടുകളും ശാസ്ത്രീയ തെളിവുകളും കോടതിയുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്നതിനും കോടതിക്ക് അത് നിരീക്ഷണത്തിന് എടുക്കുന്നതിനും സാറിൻ്റെ പ്രൊഫഷണലിസം വളരെ ഉപകാരപ്പെട്ടു. അത് പ്രതിക്ക് അർഹമായ ശിക്ഷ കിട്ടിയെന്നാണ് കരുതുന്നത്. ഈ കേസിന് ആസ്പദമായ സംഭവം 2018 ഡിസംബർ മാസം 8-ാം തീയതി ഈ കേസിലെ 1-ാം പ്രതി ബിറ്റ്രാജ് ഈ മരിച്ചുപോയ സനീഷ് ഇടനിലക്കായിരുന്നൊരു വാഹനം വാങ്ങിയിരുന്നു. ആ വാഹനത്തിലെ ബാക്കി പൈസ ആവശ്യപ്പെട്ട് ചെന്ന ടിയാൻ്റെ സുഹൃത്തായ സനീഷിനെ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൻ്റെ റൂമിൽ തല ഭിത്തിയിലിടിപ്പിച്ചും ഗ്ലാസ് ഫ്രെയിമിലിടിപ്പിച്ചും കൂടാതെ അയാളുടെ ഷൂസ് ഇട്ട് ചവിട്ടിയും മൃഗീയമായി കൊലപ്പെടുത്തിയാണ് ഉണ്ടായത്. ഇതിനകത്ത് 2-3 പ്രതികൾ ഈ സംഭവം 2-ാം പ്രതി പ്രതി ഈ മരിച്ച സനീഷെങ്ങും പോകാതെ തടഞ്ഞെടുക്കുകയും 3-ാം പ്രതി മാറ്റാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇത് ശാസ്ത്രീയ തെളിവുകളുടെയും മെഡിക്കൽ എവിഡൻസിൻ്റെയും സഹായത്തിലാണ് ഈ പ്രതി കുറ്റക്കാരനാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സാക്ഷികൾ പ്രോസിക്യൂഷൻ എതിരായിട്ട് കൂറുമാറി മൊഴി പറഞ്ഞ കേസാണ്. പക്ഷേ ബാക്കിയുള്ള എവിഡൻസുകളും പ്രതിക്ക് എതിരായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഡ്രസ്സിൽ നിന്നും ഷൂസിൽ നിന്നും സോക്സിൽ നിന്നും കൂടാതെ ഇദ്ദേഹത്തിൻ്റെ നഖത്തിൽ നിന്നും ഈ മരിച്ച സനീഷിൻ്റെ ബ്ലഡ് കിട്ടിയിരുന്നു. ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴിയും പ്രധാനമാണ്. ഈ കേസ് അന്വേഷിച്ചത് ശാന്തന്മാർ IP ആയിരുന്ന ചന്ദ്രകുമാർ സാറും 3-ാം DYSP ആയിരുന്ന സനീഷ് ബാബു സാറുമാണ്. സാമ്പത്തിക ഇടപാടിലെ തർക്കം പറഞ്ഞു തീർക്കാൻ ബിറ്റാജിന്റെ പൂപ്പാറയിലുള്ള റിസോർട്ടിലേക്ക് സനീഷിനെ വിളിച്ചു വരുത്തിയ ശേഷം മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2018 നവംബർ 8-നായിരുന്നു സംഭവം. ബിറ്റാജ് 1-ാം പ്രതിയും സുഹൃത്തുക്കളായ ജയരാജ്, ജയൻ എന്നിവർ 2-3 പ്രതികളുമായാണ് കേസെടുത്തിരിക്കുന്നത്. 2-3 പ്രതികളെ കോടതി വിട്ടയച്ചു. ശാന്തൻപാറ SHO ആയിരുന്ന ചന്ദ്രകുമാറാണ് കേസ് അന്വേഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് ഏബിൾ C കുര്യൻ ഹാജരായി. ഇടുക്കി ലൈവ് ന്യൂസ് തൊടുപുഴ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Inspired by the vision of Saint Kuriakos Elias Chavara, Carmel CMI Public School, Puliyanmala shines with 21 years of delivering educational excellence in the high ranges of Idukki. Here, your child will thrive with a harmonious blend of academic excellence with vibrant extracurricular activities, fostering growth, confidence, and social responsibility. Secure your child's bright future with CMI Education Legacy. Admissions are now open for the academic year 2025-26.